തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ളൊരു മുസ്ലിം പള്ളി. അപ്പം ആ പള്ളിയിൽ നെഗറ്റീവ്സിനെ എടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുണ്ട്. നെഗറ്റീവ്സിനെ എടുത്തുകൊണ്ടിരുന്ന സ്ത്രീ ഇപ്പം ആരോട് ചെന്ന് ചോദിക്കുക എൻ്റെ ഇന്നാര് എന്നെ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ കണ്ണടച്ച് പിടിച്ചിട്ട് പറയും ഇന്നാര് ഇന്നെടുത്ത് ഇപ്പോൾ ഉണ്ടെന്ന് പറയും. അത്രയും സിദ്ധിയുള്ളവരാണ്. അപ്പോൾ ബാധ വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ സിദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ ബന്ധിച്ച് അവിടെ കൊണ്ടുവരും. ലാസ്റ്റ് അവസാന നിമിഷം വന്നപ്പോഴത്തേക്കിന് തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ളൊരു മുസ്ലിം പള്ളി, പ്രശസ്തമായിട്ടുള്ള മുസ്ലിം പള്ളിയാണ്. അവിടെ ഈ നെഗറ്റീവ്സിനെ എടുക്കുന്ന ഒരു പള്ളിയാണ്. അപ്പം ആ പള്ളിയിൽ നെഗറ്റീവ്സിനെ എടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുണ്ട്. നെഗറ്റീവ്സിനെ എടുത്തുകൊണ്ടിരുന്ന സ്ത്രീ. അപ്പം അവരുടെ മുന്നിൽ ഒരാളെ ചെന്ന് നിന്നാൽ അവരാരാണെന്ന് എന്താണെന്നും പറയും. ഇപ്പം ആരോട് ചെന്ന് ചോദിക്കുക എൻ്റെ ഇന്നാര് എന്നെ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ കണ്ണടച്ച് പിടിച്ചിട്ട് പറയും ഇന്നാര് ഇന്നെടുത്ത് ഇപ്പോൾ ഉണ്ടെന്ന് പറയും. അത്രയും സിദ്ധിയുള്ളവരാണ് അവർ, അത്രയും കഴിവുള്ളവരാണ്. നിമിഷ നേരം കൊണ്ടൊക്കെ അവർ ബാധയെ വലിച്ച് അകത്ത് കയറ്റും. ഇപ്പം ബാധ വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ സിദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ ബന്ധിച്ച് അവിടെ കൊണ്ടുവരും. ലാസ്റ്റ് അവസാന നിമിഷം വന്നപ്പോഴത്തേക്കിന് ഇവർക്ക് അവിടെയുള്ള മറ്റ് കർമ്മിമാർ ഇവർക്ക് ശത്രുക്കളായി മാറുകയും ഇവരെ വളഞ്ഞിട്ട് ബന്ധിക്കുകയും ഇവരുടെ തന്നെ ആൾക്കാരാണ് ബന്ധിക്കുകയും പിന്നെ പുറമേ നിന്നുള്ള കുറേ ആൾക്കാർ കൂടെ ചേർന്നിട്ട് ഇവരെ ബന്ധിക്കുകയും പണി കൊടുക്കുകയും ചെയ്തു. പിന്നെ നമ്മളുടെ മുമ്പ് പൂജ കഴിഞ്ഞിട്ട് പോയാൽ ഇവരെ കൊണ്ടുവരുന്ന വേറൊരാളാണ്. ആ ആൾക്ക് നമ്മൾ പൂജ ചെയ്ത് കൊടുത്തിട്ട് വന്നു. ഇദ്ദേഹത്തിന് വേറൊരാളുടെ കെയർ ഓഫിലാണ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവാണ് ഇദ്ദേഹം, ഈ പറഞ്ഞ സ്ത്രീ. അപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, പൂജ ചെയ്തു, റിസൾട്ടായി. അപ്പം ഇദ്ദേഹം എന്നോട് പറയാണ് ഇതുപോലെ സ്ത്രീയുണ്ട്, ആൾ നല്ല കഴിവായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്, ആള് വയ്യാണ്ട് കിടക്കുകയാണ്, അപ്പോൾ ഇതങ്ങനെ ഒന്ന് പരിഹരിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ എടുത്തു. ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇനി ഇന്നതൊക്കെയാണ്, അപ്പോൾ വന്നാൽ മതി, ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു. നമ്മൾ ഈ നെഗറ്റീവ്സ് ക്ലിയർ ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് അവർക്ക് കണക്കുകൾ കിട്ടി തുടങ്ങി. ഇതാരാണ് ചെയ്തത്, എന്താണ് ചെയ്തത് അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതൊന്നും കിട്ടാത്ത രീതിയിൽ അവരെ പൂർണ്ണമായിട്ടും ബന്ധിച്ചു കളഞ്ഞു. ഈ പഞ്ചേന്ദ്രിയ മന്ത്രനിർഭാസന സേവാസിദ്ധി ഇത് ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ പറയുന്ന സിദ്ധികൾ ഉപയോഗിച്ച് പറയുന്നവർക്കൊന്നും പറയാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അവർക്ക് അത് ചെയ്യാൻ പറ്റണതിന് മുമ്പ് തന്നെ അവരെ പൂട്ടിക്കളഞ്ഞു. അത്രയും കഴിവുള്ള സ്ത്രീയാണ്. പക്ഷേ അവർക്ക് അവരുടെ കഴിവിന്മേൽ അത്രയും കോൺഫിഡൻസ് ആയിരുന്നു. അവർക്ക് സംഭവിച്ചതായി അവരുടെ ശത്രുക്കളെ വില കുറച്ച് കണ്ടു എന്നുള്ളതാണ്. ഇയാളൊക്കെ എത്രയൊക്കെ ഉള്ളത് എന്നുള്ളതൊക്കെയാണ് അവർ ചിന്തിച്ചത്. പക്ഷേ ഇവരെല്ലാം ഒന്നിച്ച് നിന്നപ്പോഴത്തേക്കിങ്ങനെ ഇവർക്ക് പിടിച്ചേക്കാൻ പറ്റാതെ പോയി. ഒന്നിനു മുകളിൽ വെച്ച് കെട്ടി അങ്ങ് പോയി. ഈ ചില ആളുകൾ ഇങ്ങനെ ഒരു പരിചയമുള്ള ഒരാൾ നന്നായി പോകുന്നു, ഓക്കെ, നല്ല പൈസയുണ്ട്, പ്രതാപമുണ്ട്, കാര്യമുണ്ട്, എന്നാൽ നീ അങ്ങനെ അഹങ്കരിക്കേണ്ട, ഒരു കാരണവും ഇല്ലാതെ കർമ്മം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് പ്രധാനമായിട്ടും അസൂയ, കുശുമ്പ് എന്നുകൊണ്ട് സംഭവിക്കണതാണ്. അതൊക്കെ അഫക്റ്റ് ചെയ്യും. അതായത് നമ്മളോടുണ്ടാകുന്ന ജലസാണ്. ഈ ജലസ് ഉണ്ടാകുന്നതിന്റെ കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞേ, പൂർവ്വജന്മത്തിൽ ഒന്നെങ്കിൽ പൂർവ്വജന്മ പാപം ഉണ്ടായിരിക്കാം, അതല്ല എങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള സർപ്പദോഷ ദുരിതം പിന്നിലുണ്ടായിരിക്കാം. അപ്പൊ ചിലർ പറയാറുണ്ട് എന്നെ ഒന്നും ബാധിക്കണ്ട, ഞാൻ ഭദ്രകാളിയുടെ ആളാണല്ലോ, അല്ലെങ്കിൽ ഇന്നയാളുടെ ആളാണല്ലോ, എന്റെ ഉപാസനാമൂർത്തി ഇതാണല്ലോ, എന്നെ ഒന്നും ബാധിക്കില്ല, ഞാൻ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ആളല്ലോ. അങ്ങനൊക്കെ വെറും തോന്നലാണ്. ഇതിനേക്കാൾ വലിയ കർമ്മം ചെയ്യുന്ന കർമ്മിമാർക്ക് ബന്ധനം കിട്ടാറുണ്ട്. ഈ പറഞ്ഞ എനിക്കും ബന്ധനം കിട്ടാറുണ്ട്. എനിക്ക് എന്റെ പ്രായത്തിന് അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ടാണ് ഞാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവര് എനിക്ക് വിട്ടുവെക്കണ ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമാണ്. അപ്പൊ അത് പൊട്ടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോണേ. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ സാധാരണ ലെവലിലുള്ള ആളുകൾക്കിട്ട് ഈ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഒന്നും ഈ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ഇതിന്റെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരാൾ ചെയ്യില്ല. അതായത് ഇതിന്റെ A to Z പഠിച്ച ഒരാൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരാൾ മറ്റൊരാളെ നെഗറ്റീവ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരാൾ ഒരിക്കലും മറ്റൊരാൾക്കെതിരെ ചെയ്യില്ല. ഇപ്പം ഞാൻ തന്നെ പാലക്കാട് പോയി പഠിച്ചു, ഇപ്പം അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്ത് പോയി പഠിച്ചു എന്നൊക്കെ പറയുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ പുറകെ നടന്നിട്ട് കാല് പിടിച്ചിട്ടാണ് അവർ പറഞ്ഞു തരണേ. പറഞ്ഞു വരുമ്പം അവർ ആദ്യം ചെയ്യണം നമ്മളെ കൊണ്ട് സത്യയിടിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞു തരുന്ന വിദ്യ കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ പാടില്ല, സത്യയിടിക്കുകയാണ്. അപ്പോൾ സത്യയിടിച്ചിട്ടാണ് നമുക്കിത് പറഞ്ഞു തരണേ. ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് നിനക്ക് എന്തെങ്കിലും കാലത്ത് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ള അവസ്ഥയിൽ മാത്രമേ നീ ഇത് പ്രയോഗിക്കാവുള്ളൂ. അല്ല അതുകൊണ്ട് വാക്കാൽ പറയുന്നത് വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കണം, അടിയാണെങ്കിൽ അടിച്ചതിനെ തീർക്കണം, ഇതെടുത്ത് പ്രയോഗിക്കരുത്. അങ്ങനെയുള്ള നിബന്ധനയിലാണെന്ന് നമുക്കത് പഠിപ്പിച്ചു തരണം പോലും. പറഞ്ഞ് മനസ്സിലായല്ലോ. അല്ല, നമുക്കാരെ ഉപദ്രവിക്കണ്ട. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ചില ആളുകൾക്ക് ഈ വസ്തു വിൽക്കാൻ പറ്റാത്ത സാഹചര്യം, മകളുടെ വിവാഹം നടത്താൻ പറ്റാത്ത സാഹചര്യം, ബിസിനസ്സിൽ എന്തൊക്കെ പണിയെടുത്തിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം, പണം കയ്യിൽ നിൽക്കാത്ത പറ്റാത്ത സാഹചര്യം, ഈ സാഹചര്യങ്ങളിലൊക്കെ സുജേഷ് ഭായിക്ക് കർമ്മങ്ങൾ കൊണ്ട് ഇവരെ സഹായിക്കാൻ പറ്റും. അത് നമുക്ക് പ്രശ്നം എടുത്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം രോഗം അറിയാതുകൊണ്ട് നമുക്ക് ഒരിക്കലും ചികിത്സിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമുണ്ടെങ്കിൽ തീർക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവും. തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ പറയും ഇതിനകത്ത് ഇന്ന സാധനം എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല,
ഇത് ഇന്ന പ്രശ്നമാണ്, അതായത് ഇപ്പം അവരുടെ ഭൂമിയിലുള്ള സർപ്പത്തെ നമുക്ക് ആവാഹിച്ച് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ പറയും നമുക്കിത് ആവാഹിച്ച് മാറ്റാൻ പറ്റുന്നതല്ല, ബാക്കിയൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം, ബാക്കിയുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം, അതിനാ ഭൂമിയിലുള്ള സാധനത്തിന് ഇന്നത് ചെയ്താൽ പരിഹാരമാകും. അല്ലെങ്കിൽ നിങ്ങൾ വിറ്റ് പോവുക, ഒന്നെങ്കിൽ അതിന് പൂജ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ഇരുത്തി അതിന് പൂജ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പ്രതിഷ്ഠ കൊടുക്കുക ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഈ സുരേഷ് ഭായിയുടെ ഇത്രയും നാളത്തെ ഈ ഒരു ജീവിതത്തിൽ മുന്നിൽ വന്ന ഏറ്റവും ഭയപ്പെടുത്തിയ ഒന്നാണ്? ഭയപ്പെടുത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ സ്ത്രീയുടെ കേസ് തന്നെയാണ്. കാരണം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ, നമ്മൾ ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവര് ശരീരം അവർ വയലൻ്റായി ഇളകി. അവരുടെ ശരീരത്തുണ്ടായിരുന്ന ഒരു രക്ഷസ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം നോർമൽ പ്രേതങ്ങളൊന്നും അങ്ങനെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കില്ല. നമ്മൾ മാക്സിമം നമ്മുടെ കർമ്മത്തിൽ ഇതിനെ അടിച്ചമർത്തിയാണ് കർമ്മം ചെയ്യുക. അതായത് ബഹളം ഉണ്ടാക്കാത്ത രീതിയിൽ മാക്സിമം അതിനെ എത്രത്തോളം ഒതുക്കാൻ പറ്റുമോ ഒതുക്കിയിട്ട് ഇളകാത്ത രീതിയിലാണ് നമ്മൾ അതിനെ ആവാഹിച്ച് മാറ്റുക. ഇളകിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള ആളുകളെല്ലാം പ്രശ്നം ഉണ്ടാകും. പിന്നെ ഇവർ ഇളകി വീഴുന്ന സമയത്ത് നമ്മുടെ വെച്ചേക്കുന്ന നിലവിളക്കിലോ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് പിന്നെ വേറെ കേസാവും. അറിയാലോ, ഇന്ന് സമൂഹ മാധ്യമത്തിൽ എന്ത് നടന്നാലും അതിന്റെ എല്ലാം അവസാനിക്കുന്ന ഇതുപോലെ ജ്യോതിഷം, മന്ത്രവാദി ആ ലെവലിലേക്കാണ് നമ്മൾ ചെന്ന് അവസാനിക്കുക. അപ്പം നമ്മളെ ഒന്ന് ഇരയായിട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എടുത്തിട്ട് കുടയാൻ. അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇതുപോലെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ബന്ധനകർമ്മങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഈ പറയുന്ന നെഗറ്റീവ്സിനെ ആവാഹിക്കാനൊക്കെ ഇറങ്ങുക. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ ഇളകി കഴിഞ്ഞപ്പം ലാസ്റ്റ് ഈ ഇളകി കഴിഞ്ഞതിന് ശേഷം ഇവർ പറയാൻ തുടങ്ങി, നിന്നെ നശിപ്പിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പം നമ്മളിത് ഒരു റൗണ്ടായി, രണ്ട് റൗണ്ടായി ഇങ്ങനെ ഒഴിയാതെ നിൽക്കുകയാണ്. ഒഴിയാതെ നിന്നപ്പം ലാസ്റ്റ് നമ്മൾ ഈ മാരണപ്രയോഗം എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രയോഗത്തിലൂടെ തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞപ്പം ഇത് പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം, എനിക്ക് നീ കുറച്ച് ഗുരുതി തരണമെന്ന് പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ആ പൂജയിൽ പങ്കെടുത്തവരെല്ലാം ഇന്നും ജീവനോടുണ്ട്. ഇത് റിയലായിട്ട് കണ്ടിട്ടുള്ള ആ പൂജയിൽ ഇവർ മുസ്ലിം സ്ത്രീയാണ്. ഗുരുതി ചോദിച്ചു. അപ്പം എൻ്റെ സഹായിയായിട്ട് നിൽക്കണ എൻ്റെ കൂട്ടുകാരനുണ്ട്, സുഹൃത്തുണ്ട്, ആളെൻ്റെ സുഹൃത്താണ്. ഇപ്പം എൻ്റെ സഹായിയായിട്ട് നിൽക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പം ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരാറുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഗുരുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഗുരുതി കൊടുത്ത് കുടിച്ച് അവരങ്ങനെ കടന്നു. അപ്പം എല്ലാവരും ചോദിച്ചു എല്ലാം കഴിഞ്ഞ്. അപ്പോൾ എന്നോട് മറ്റേ കൊണ്ടുവന്ന ആൾ ചോദിച്ചു, ഇത് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞേ അത് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല, നമുക്ക് പറയാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല, ഇതൊന്നും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം അവർ പൂർവ്വാധി ശക്തി ആർജിച്ചിട്ട് അവിടെ നിന്ന ആൾക്കാരെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് എന്നെ അടിക്കാനാണ് പറഞ്ഞത്. എന്നെ അടിക്കാൻ എഴുന്നേറ്റ് വന്നപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 3 അടി 4 അടി ഗ്യാപ്പിൽ നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റില്ല. കാരണം അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ പിടിക്കാൻ പറ്റണില്ലെന്ന്. കാരണം നമ്മൾ നമ്മുടെ ശരീരം ബന്ധിച്ചിട്ടാണ് കർമ്മത്തിന് ഇരിക്കണേ. അപ്പോൾ പുറമേ നിന്നുള്ള നെഗറ്റീവ്സും നമ്മളെ ഒന്നും അറ്റാക്ക് ചെയ്യില്ല. പിന്നെ നമ്മുടെ ഉപാസന സേവാമൂർത്തികളുടെ ബലം, നമ്മൾ ഇരുത്തിയേക്കണം മൂർത്തിയുടെ ബലം. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നെഗറ്റീവ്സ് പ്രശ്നമല്ല, നമ്മളിലേക്കൊന്നും നമ്മളെ ആക്രമിക്കാൻ പറ്റില്ല, ഇവർക്ക് അടുക്കാൻ പറ്റില്ല. പക്ഷെ അതേ അവസ്ഥയല്ല ബാക്കിയായി ആ ഇരിക്കണ അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ടുള്ള ആളുടെ അവസ്ഥ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അത് എൻ്റെ അടുക്കലേക്ക് വരുമ്പം എൻ്റെ സുഹൃത്ത് എന്നിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇടയ്ക്ക് കയറിയപ്പോൾ അവൻ അടി കിട്ടി. പറഞ്ഞു മനസ്സിലായോ? അടി കിട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പം അവർ അവിടെ പതുക്കെ കൊണ്ട് അതിൻ്റെ ലാസ്റ്റത്തെ പ്രയോഗം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ വീണ് കഴിഞ്ഞ് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല, അവർ നോർമലായി. അപ്പം അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഒന്നാമത്തെ കാര്യം. ഈ പറയുന്ന സംഭവം ചെയ്യണത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പം എൻ്റെ വൈഫിന് ഇതൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പം ആൾ ഇതൊന്നും കാണില്ല, ആൾ നല്ല ഉറക്കമാണ്, ഇതൊന്നും അറിയണില്ല. ഇത് താഴത്തെ നിലയിലാണ് എൻ്റെ വൈഫും ഫാമിലിയും താമസിക്കണേ. അപ്പോൾ മുകളിലത്തെ നിലയിലാണ് ഞാൻ കർമ്മം ചെയ്യണം. അപ്പം അതുകൊണ്ട് താഴെ രാത്രിയിലായതുകൊണ്ടും പുറമെ ആരും അറിയില്ല. ആവാഹിച്ചെടുക്കുന്ന ഈ പറഞ്ഞ ദുഷ്ടശക്തിയോ നല്ല ശക്തിയോ എന്തോ ആയിക്കോട്ടെ എനർജിയെ അതിന്റെ ലാസ്റ്റത്തെ പ്രയോഗം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ വീണു. സ്വാഭാവികമായിട്ട് ആത്മാവാണെങ്കിൽ ആ ആത്മാവിന് മോക്ഷം ലഭിച്ചു എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടല്ലോ ഈ പറയുന്ന ചോറ്റാനിക്കര ഉള്ള ക്ഷേത്രങ്ങളിലെല്ലാം കിടന്ന് ഇളകണേ. മനസ്സിലായി? അപ്പം ഈ പറയണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇളകണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പ്രേത സാന്നിധ്യങ്ങളെല്ലാം ഒരിക്കലും നോർമൽ പ്രേതമല്ല.